ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനുവരി, ഈ ഒരു മാസം നല്ല തണുപ്പാണല്ലോ, നല്ല തണുപ്പും കാറ്റും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊണ്ടവേദനയും അതുപോലെ തന്നെ കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ നമ്മുടെ കടയിൽ നിന്നൊക്കെ ചുക്ക് കാപ്പി പാക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വീട്ടിലുള്ള നമ്മുടെ തുളസി, പനിക്കൂർക്ക, അതുപോലത്തെ ഇലകളൊക്കെ വെച്ച് വീട്ടിലുള്ള സാധനം കൊണ്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ തൊണ്ടവേദനയ്ക്കും അതുപോലെ തന്നെ ചുമക്കൊക്കെ നല്ലൊരു കുറവുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം മുറ്റത്തുനിന്ന് തുളസി പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. തൊണ്ടവേദനക്കായാലും കഫക്കെട്ടിനായാലും ഒക്കെ നല്ല കുറവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഞാൻ കടയിൽ നിന്ന് പാക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ചുക്ക് കാപ്പി സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെയുള്ള നമ്മുടെ പനിക്കൂർക്കയും തുളസിയും ഒക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആടലോടകത്തിൻ്റെ ഇല അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. പനിക്കൂർക്കൻ്റെ ചെടി നന്നായി നാശമായി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് നല്ല നല്ല പനിക്കൂർക്കയുടെ ഇല അതിന്മേൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊക്കെ നാശമായി വന്നിട്ടുണ്ട്. സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ, കാര്യമായിട്ട് നോക്കലില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് വിചാരിക്കുന്നു. പനിക്കൂർക്കൻ്റെ ഇലയിൽ നിന്ന് രണ്ട് നല്ലൊരു ഇല നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഒരു ചെറിയൊരു ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നന്നായി ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ ഒരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിപ്പ്, കടല, പയർ അങ്ങനെയൊക്കെ. അപ്പോൾ അതിലാണ് ശർക്കര വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശർക്കര ഇതവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശർക്കരയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കത്തി കൊണ്ട് ചെറുതായി ഇങ്ങനെ ചെത്തിയിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ സാധാരണ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അതിലൊരുപാട് കുരുമുളകും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഇഞ്ചി ഒക്കെ അതിൽ ഒരുപാട് ഇടുന്നതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ കുടിക്കാൻ. അങ്ങനെ എനിക്ക് വീട്ടിലുണ്ടാക്കണേക്കാൾ കൂടുതൽ ഇഷ്ടം കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങി കുടിക്കുന്ന ആ ഒരു ചുക്ക് കാപ്പിയുടെ ആ ഒരു മിക്സായിരുന്നു. വീട്ടിലുണ്ടാക്കുമ്പോൾ ഉമ്മ ഒരുപാട് കുരുമുളക് ആയാലും അതുപോലെ തന്നെ ഇഞ്ചി ആയാലും ഇലയിലൊക്കെ ഒരുപാട് ഇട്ടിട്ട് ഒരു കയ്പ്പ് പോലെ ഇങ്ങനെ എനിക്ക് കുടിക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു അധികം ഇടാതെ നമ്മുടെ ഒരു കാപ്പി ഒക്കെ കുടിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടൊക്കെ കുറച്ചെടുക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 ഗ്ലാസ് 1.5 ഗ്ലാസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകിയിട്ട് അത് ചതച്ചതിന് ശേഷം നമ്മുടെ ഈ ഇലകളും അതുപോലെ തന്നെ നമ്മുടെ ശർക്കര, ഇഞ്ചി എല്ലാം കൂടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഈസി കുക്കിൽ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു കയ്യിൽ,
അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി തിളപ്പിച്ചെടുക്കുക. എനിക്കിത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് ഒരു മിക്സ് ഉണ്ടാക്കി കുടിക്കുന്ന ഒരു ഫീൽ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനത് ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തോന്നിട്ടോ ആ ഒരു മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായത് അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചപ്പോൾ എനിക്ക് തോന്നിട്ടോ. എനിക്ക് ഒരുപാട് കടുപ്പത്തിൽ ഉണ്ടാക്കി കുടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പം എനിക്ക് തീരെ കുടിക്കാൻ തന്നെ തോന്നാറില്ല അങ്ങനെ ആവുമ്പോൾ. ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുപോലൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുക. നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചുക്ക് കാപ്പി കുടിച്ചപ്പോൾ തന്നെ. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.